ഒന്നാമത്തെ സഫിന് വേണ്ടി, ഒന്നാമത്തെ സഫുകാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. അള്ളാഹു പ്രത്യേകം ആ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം അവരുടെ പേരെടുത്ത് ഉന്നതമായ സഭയിൽ അവരെ പ്രശംസിക്കുന്നുണ്ട്, അവർക്ക് കാരുണ്യം ചെയ്യുന്നുണ്ട്. വമലായികതഹു, അവന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് ബറക്കത്ത് നൽകാൻ വേണ്ടി, അവർക്ക് റഹ്മത്ത് ചൊരിയാൻ വേണ്ടി. ഇങ്ങനെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഒന്നാം സഫിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വഅലസാനി, ഒന്നാമത്തെ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ രണ്ടാം സഫിലുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പ്രാർത്ഥിച്ചത് ഒന്നാമത്തെ സഫുകാർക്ക് വേണ്ടിയാണ്. വീണ്ടും ആവശ്യപ്പെട്ടപ്പോഴാണ് വഅലസാനി, രണ്ടാം സഫുകാർക്കും എന്ന് പറഞ്ഞത്. 3 തവണ ഒന്നാം സഫിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ തവണയാണ്, രണ്ടാമത്തെ കാര്യമാണ് രണ്ടാം സഫിലുള്ളവരെ കുറിച്ച് പറഞ്ഞത്. മറ്റു ചില ഹദീസുകളിൽ കാണാം തുടർന്ന് വരുന്ന സഫുകൾക്ക് അതിനോടടുത്ത പ്രതിഫലമായിരിക്കും എന്ന്. എന്തായാലും ഒന്നാമത്തെ സഫ്, പിന്നെ രണ്ടാമത്തെ സഫ്, ഇങ്ങനെ അതിന്റെ പ്രാധാന്യം പോകുന്നു എന്നാണ്. മലായിക്കത്തുകളുടെ പ്രാർത്ഥനയ്ക്ക് നാം അർഹരായി മാറുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്.